ഹലോ, വെക്കേഷനൊക്കെ ആയല്ലേ, ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഒരു വാൾ ഹാങ്ങറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 കാർഡ്ബോർഡ് സെയിം സൈസിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് അതിന് 2 വശത്തും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പേപ്പർ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ് ഒട്ടിച്ചു കൊടുത്തുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് കളർ വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 2 കാർഡ്ബോർഡിലും അതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലും മറ്റേതിൻ്റെ ബാക്ക് പോർഷനിലുമാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും ഏതെങ്കിലും ഒരു വശത്ത് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ കാർഡ്ബോർഡിലുള്ള ഒരു ഹോൾ നമുക്ക് വരുത്താം. ഞാൻ നേരത്തെ കാർഡ്ബോർഡിലെ ഹോൾ വരുത്തിയതും ഇതുപോലെ തന്നെ കോമ്പസ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ആ ഹോള് പേപ്പറിൽ കൂടി കുത്തി ഇറക്കാം. എന്നാലും നമുക്കിതൊരു തൂക്കിയിടാൻ പറ്റുന്ന വിധത്തിലാക്കാൻ പറ്റും. അങ്ങനെ 2 കാർഡ്ബോർഡിലും അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 കാർഡ്ബോർഡും ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഫെവിക്കോൾ വെച്ച് ഒട്ടും. ക്വിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചിട്ടുള്ളത്. അത് ഞാൻ രണ്ടാമത് ഒട്ടിച്ചതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഇനി നമുക്കിതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അത് ഉണങ്ങുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഹോളിൽ കൂടെ ഒരു കയറ് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇനി കയറ് നിങ്ങൾക്ക് വലുതെടുക്കുന്നതാണെങ്കിൽ ഒരെണ്ണം മതി. ഇത് ഞാൻ ചെറുതായതുകൊണ്ടാണ് 2 പോർഷനിലും എടുക്കുന്നത്. വലുതാവുമ്പോഴത്തേക്കും ഒറ്റെണ്ണം മതി. 2 സൈഡിലും ഒരുമിച്ച് കെട്ടാം. ചെറുതാണെങ്കിൽ ഒരു സൈഡ് വീതം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതൊന്ന് പുറകിലോട്ട് ടേപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 കയറും കൂടി ഒരുമിച്ച് കൂട്ടി കെട്ടാം. ഒറ്റ കയറാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ചെറിയ ചെടിയും ഒരു കലണ്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.